അർജന്റീനയും മെസ്സിയും പണം വാങ്ങി നമ്മളെ ചതിച്ചു എന്ന് പറയുകയാണ് കായികമന്ത്രിയും തിരൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ വി അബ്ദുറഹിമാൻ. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാമെന്ന കരാർ ലംഘിച്ചതിലൂടെ ലയണൽ മെസ്സി സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകരെ വഞ്ചിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് ഇത് മനസ്സിലായത്. മാസങ്ങൾക്ക് മുന്നേ ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞവരോട് ശോഭിച്ച ആളാണ് ഈ മന്ത്രി. മന്ത്രിക്കൊപ്പം മെസ്സിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ചാനൽ മുതലാളിയും ഏറെ വികാര പരവശനായാണ് അന്ന് സംസാരിച്ചത്. മെസ്സി വരില്ലെന്ന് പറഞ്ഞ പല ഓൺലൈൻ ചാനലുകൾക്കെതിരെയും ഇവരൊക്കെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി അബ്ദുറഹിമാൻ പറയുന്നത് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി കരാർ ഒപ്പിട്ടിരുന്നു എന്നാണ്. എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം അവർ വരാതിരുന്നത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോടുള്ള ചതിയാണെന്നും മന്ത്രി ആരോപിക്കുന്നു. 16,000 മില്യൺ ഡോളറാണ് ഇതിനായി സ്പോൺസർ ചെലവാക്കിയതെന്നും വി അബ്ദുറഹിമാൻ പറഞ്ഞു. എന്നാൽ ഇത്ര വലിയ തുക ആദ്യമായിട്ടാണ് നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഈ മന്ത്രിക്ക് തെറ്റിയതാണോ എന്നും അറിയില്ല. ഈ വലിയ തുക നഷ്ടമായത് സ്പോൺസർമാർക്കാണെന്നും സർക്കാരിന്റെ പണമല്ല ഇതെന്നും കൂടെ മന്ത്രി പറയുന്നു. ഈ പറയുന്ന തുക ഏതാണ്ട് 1.25 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അത് മുടക്കാൻ കേൾപ്പുള്ള മലയാളം ചാനൽ ഇന്ന് കേരളത്തിലില്ല. 300 കോടി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു കേട്ടത്. ആവേശത്തിൽ ചിലപ്പോൾ മന്ത്രിക്കോ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുത്തവർക്കോ തെറ്റിയതാകും. അർജന്റീന കേരളത്തിലെത്തുമെന്ന് 2024 സെപ്റ്റംബറിലാണ് കായിക മന്ത്രിയായ വി അബ്ദുറഹിമാൻ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. പിന്നീട് ടീം എത്തുമെന്ന് പറഞ്ഞ തീയതികൾ പലതവണ അദ്ദേഹം മാറ്റി പറഞ്ഞു. പിന്നാലെ അത് വിവാദമായി. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു മെസ്സി എന്നല്ല ഒരാളും ഇവിടേക്ക് വരില്ലെന്ന്. ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം എങ്ങനെ തയ്യാറാക്കുമെന്ന ചോദ്യമാണ് അന്ന് പ്രധാനമായും ഉയർന്നത്. ഫിഫ അംഗീകാരത്തിലുള്ള സ്റ്റേഡിയം കേരളത്തിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അന്ന് സ്പോൺസർ പറഞ്ഞത്. 70 കോടി രൂപ ചെലവിട്ട് ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ആക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതൊന്നും മുഴുവനായി ചെയ്തതുമില്ല. നിലവാരമില്ലാത്ത ഒരു ടർഫിൽ മെസ്സിയോ അർജന്റീന ടീമിലെ മറ്റു കളിക്കാരോ വന്ന് കളിക്കില്ല. അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ചെറിയ പരിക്ക് മൂലം അവർക്ക് ചിലപ്പോൾ ഒരു സീസൺ തന്നെ നഷ്ടമായേക്കും. അതുവഴി കോടികളാണ് അവർക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ പ്രമുഖ താരങ്ങളൊന്നും ഇവിടെ വന്ന് കളിക്കാൻ തയ്യാറാവില്ല. പലരും ചോദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വിദേശ താരങ്ങൾ ഇവിടെ വന്ന് കളിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ വരുന്ന നിലവാരമുള്ള സീനിയർ കളിക്കാരൊക്കെ വിരമിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. കൊച്ചിയിലും ആലപ്പുഴയിലുമൊക്കെ കറങ്ങി സീ ഫുഡൊക്കെ കഴിച്ചുള്ള ഒരു ഹോളിഡേ ട്രിപ്പ് കൂടി കണക്ക് കൂട്ടിയാണ് പലരും കളിക്കാൻ ഇവിടേക്ക് എത്തുന്നത്. ശരീരം മറന്ന് ആത്മാർത്ഥമായി ക്ലബിന് വേണ്ടി കളിക്കാനൊന്നും അവർ മെനക്കെടുകയുമില്ല. ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ അവസ്ഥ നോക്കിയാൽ അത് മനസ്സിലാകും. എന്തായാലും കരാറിൽ ഒപ്പിട്ട ശേഷം ടീം വരാതിരുന്നത് അവരുടെ ഭാഗത്തെ വീഴ്ചയാണെന്നും അതിൽ കേരള സർക്കാരിന് യാതൊരു പങ്കില്ലെന്നും മന്ത്രി പറയുന്നുണ്ട്. തിരൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ വിഷയം തനിക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ വിലപ്പോയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് കൂടാതെ നമ്മുടെ മന്ത്രി പറയുന്നത് ഇത് ഈ അർജന്റീനക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണെന്നാണ്. അർജന്റീന ഇതേപോലെ മറ്റ് 5 രാജ്യങ്ങളോടും ഇതേ രീതിയിൽ പണം വാങ്ങി കരാർ ലംഘിച്ചു. അവർ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പണം വാങ്ങി. പക്ഷേ അവിടെയൊന്നും കളിക്കാൻ പോയിട്ടുമില്ല. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അവർ നമുക്ക് നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെയാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്.